മൊത്തം ശാന്തിന്റെ വേണം. ഇല്ലെന്ന് അവിടെ മഴ രാവിലെ മുതൽ മഴയായിരുന്നു. നിങ്ങൾ ഫ്രീ ആണോ? നിങ്ങൾ ഫ്രീ ആണോ? ഫ്രീ അല്ലെങ്കിൽ അല്ല ഫ്രീ ആണെങ്കിൽ പറഞ്ഞിട്ട് പോരാ. ഞാൻ വ്യാഴാഴ്ച കഴിഞ്ഞേരും ക്ലാസ് ഉണ്ട്. നാളെ പോണം. നാളെ പോണം. ചിലപ്പോ സെക്കൻഡ് സാറ്റർഡേ റൂമിൽ. ചോറുണ്ടില്ലേ? കഞ്ഞി കുടിക്കുമല്ലോ. ഇച്ചിരി നേരെ ഇച്ചിരി ഇങ്ങോട്ട് കയറ്റി. ഇതെന്റെ മോള്. പേര് പറ. പേര് ആരാന്ന് ചോദിച്ചു. അറിയാവുന്നുണ്ടോ ഇല്ലാത്തവരാണ്. എനിക്ക് ഇങ്ങനെ വരികയായി. അതാണ് പറ. ആരാന്ന് പറ. പേര് പറഞ്ഞു. പേര് പറഞ്ഞു. പേര് ഓർക്കിയല്ല. ഇതോടൊക്കെ പേരറിയാവുന്നതാണല്ലോ. മോളെന്താ വന്നേ? ഇപ്പം വന്നതല്ലോ. ഉള്ളോ? അത് ശരി. എന്നാ വിശേഷമൊക്കെ? വിശേഷമൊന്നുമില്ല. സുഖമായിട്ടിരിക്കുന്നു. ഒന്നുമില്ല. അമ്മച്ചിക്കൊന്നും വിശേഷം മേലെ ഒന്നും എന്നാ പറ്റിയേ? കാലും കഴിയൊന്നും അത് അലാറം വെക്കാണ്ട് ഉപയോഗിക്കുന്നു. ചെന്ന് കിടക്കണല്ലേ. രോഗം എല്ലാം പിടിക്കും. ഒന്നും ചെയ്യാതെ മച്ചി ആരാ മച്ചി? പശുവിനെ കറക്കാൻ പോവാ. പശുവിനെ ഇപ്പൊ ആരാ പശുവിനെ കറക്കാൻ? നേരം ഒന്നും ആയി. കല്ലം കിട്ടുമോ? പിന്നെ 1:30 കറക്കണം. 10:30. 10:30 അല്ല, 1:30 ആയി. 7-8 രാവിലെ അല്ലേ നമ്മള് കറക്കണേ. 8 മണി 7 മണി 6 മണിക്കൊക്കെ. രണ്ടു നേരം കറക്കും ഉച്ചക്ക്. അതാരാ? അതേതാ? അമ്മച്ചി എല്ലാരെയും മറന്നു പോവാണ്. വീട് എവിടെയാ? ചേട്ടന്റെയോ? ഇവിടെയാണോ? ചേട്ടന്റെ വീട് വീട്ടുപേര് തെക്കേ തറപ്പിൽ. തെക്കേ തറപ്പിൽ ആണോ? ഇവിടെ ഈ ഭാഗത്തായി മക്കൾക്ക് വിശേഷമൊന്നും അവിടെയാ? അവിടെ വിശേഷമൊന്നുമല്ല. സുഖമായിട്ടിരിക്കുന്നു. കാലാവസ്ഥ നല്ലതാണ്. കാലാവസ്ഥ ഇവിടുത്തെ കാലാവസ്ഥയല്ല. ഇപ്പൊ മഴ പെയ്തു. ഞങ്ങളിങ്ങനെ പോന്നപ്പോ മഴ പെയ്യുമായിരുന്നു. ആണോ? എന്നാലും വെള്ളം മഴയിൽ കൂടാതെ പറ്റിയാലോ. ആവിയല്ലേ മഴ പെയ്തിട്ട്. ആവിയ അമ്മയും ചാച്ചനൊക്കെ സുഖമായിരിക്കണം. അമ്മയും ചാച്ചനൊക്കെ മരിച്ചുപോയി. പോയോ? ചാച്ചനൊക്കെ മുകളിലോട്ട് പോയി. നാളെ വരെ ഉണ്ടായിരുന്നല്ലോ. ഇല്ലതേ ഇപ്പൊ മരിച്ചിട്ട് വർഷമായി. അമ്മച്ചി ഓർക്കാഞ്ഞിട്ടാ. ആണോ? വന്ന എന്നാ പ്രായം ഉണ്ടായിരുന്നു? പ്രായം ഉണ്ടായിരുന്നു. അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അമ്മച്ചിക്ക് മന്ത്രം. ചോറുണ്ടോ? ചോറുണ്ടോ? ചോറോ? കഞ്ഞി കുടിച്ചോ? കഞ്ഞി കുടിച്ചില്ലേ? കഞ്ഞി കുടിച്ചില്ലേ? ഇല്ല.
എങ്ങനെ വെച്ചിരിക്കണം നീ ഇതാരാ ഞാനാരാ എന്നെ അറിയാം. മകളല്ലേ മക്കളുടെ മക്കളല്ലേ നീ ഇവരെയൊക്കെ അറിയല്ലേ ഞാനും അറിയാം. നീ ഇവിടെ ഇങ്ങനെ താമസിച്ചിട്ടില്ലല്ലേ ഇല്ല ഇല്ല കഴിച്ചു നോക്ക്, നല്ല മധുര. മേടിച്ചാണോ ആ മോള് എനിക്ക് വേണ്ട കഴിച്ചോ. അതിനാ അവൾക്ക് കൊടുക്കാം, അവൾക്കുണ്ട്. എനിക്കുണ്ട്. അവൾക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ഉണ്ടോ ആണോ വേണ്ടല്ലേ, അമ്മച്ചിക്ക് വേണ്ടി വാങ്ങിച്ച. മധുരം ഉണ്ടോ അമ്മച്ചി ഇനി? നല്ല മധുര നോക്കി തന്നോ വേണ്ട വേണ്ട, എനിക്ക് ഒത്തിരി മധുരം ഇഷ്ടമില്ല. അത് എപ്പം മുതലുള്ളോ മധുര ഇഷ്ടമില്ലാത്ത അതെ. വിവാൻ പിന്നെ ഞാൻ ആൾക്കാരെ കാണുമ്പോ മാറിയിരിക്കുമല്ലേ. ആൾക്കാരെ കാണാൻ മാറിയിരിക്കും. പിള്ളേർ എത്ര പേരാ പിള്ളേർ രണ്ടുപേര് കണ്ടോളൂ അവരുടെ പഠിത്തമുണ്ടായി അവര് ഇപ്പം ഒരാള് പഠിച്ചോണ്ടിരിക്കുക, ഒരാള് പഠിച്ചോണ്ടിരിക്കുന്നു, ഒരാളെ കല്യാണം കഴിഞ്ഞ് ജോലിയായിട്ട് ഇറങ്ങി. അവനാണോ കേട്ടെ ഉണ്ണിക്കുട്ട ആണോ അമ്മച്ചി ഇപ്പൊ മുത്തശ്ശിയാ. മുത്തശ്ശി ഇവിടെ വേണം പഠിച്ചത് അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഒരിക്കാറ്റി പെണ്ണാണോ ആ നേഴ്സാ. നല്ലാണോ? മധുരമുള്ള അല്ല അമ്മച്ചിക്ക് നല്ല. വേണോ എല്ലാവർക്കും കൊടുക്കാൻ. ഒട്ടും വേണ്ടേ എനിക്ക് വേണ്ട. അവർക്ക് വേറെ കൊടുക്കാം. വലിയ അവയൊന്നും ഇല്ല നല്ലതാ തിന്നോടി എനിക്ക് വേണ്ടെന്ന് കഴിച്ചോ. തിന്നോ വേണ്ടെന്ന് വേറെ ഉണ്ട്. അമ്മച്ചി തന്നതല്ലേ. എനിക്ക് കേട്ട മാവ് ഞാനും നിങ്ങൾ തിന്നിയല്ല വല്ലപ്പോഴും ആവേ തിന്ന മധുരല്ല, കയ്പും കമർപ്പും ഒന്നുമില്ല മധുരം മാത്രമേ ഉള്ളൂ. വേണോ വേണ്ടെന്നാ പരീക്ഷ എന്നാ തുടങ്ങുന്നത്? പരീക്ഷ 3rd സെമ്മിന്റെ കഴിഞ്ഞ്. എളുപ്പമായിരുന്നു. പാടായിരുന്നു. അതിനാണ് പറ്റിയേ. അത് മൊത്തം പാടായിരുന്നു. ആ മൊത്തം ഞങ്ങളുടെ സെമ്മിന്റെ പാടായിരുന്നു നല്ല രീതിയില്. അത് ഇതുവരെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പോലും ഇല്ലാത്ത സാധനങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ പെട്ടുപോയി ഞങ്ങളെല്ലാവരും. ഒരിക്കലും വിചാരിക്കാത്ത സാധനമൊക്കെ വന്ന് ചോദിച്ചു. പാസ്സാവുമെന്നൊക്കെ എല്ലാവർക്കും പേടിയ. അങ്ങനത്തെ സാധനമായിരുന്നു. വിനായൻ മക്കളെ നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് നിന്ന് കാണണമെങ്കിൽ ഒരു കൊല്ലമൊക്കെ പഴയ കൂടിയല്ലേ കാണണം. ആ തൊണ്ണയ്ക്ക് പ്രശ്നം ഇവിടെയാണ് തൊണ്ണ കവക്കോള ഓസ്ട്രേലിയയിൽ എങ്ങനെയുണ്ട്? ഓസ്ട്രേലിയ കുഴപ്പമില്ല, തണുപ്പിച്ചില്ല. അവൾക്ക് താമസിക്കുന്ന തണുപ്പാ, നല്ലത്, അത്യാവശ്യം നല്ല തണുപ്പ്. മുക്കിപ്പോയി. ചെറുക്കൻ എന്നാ പറയുന്നത്? ആണോ? അത് തിന്നോ? നീ വേണ്ട ആണോ? അത് തിന്നോ? നീ വേണ്ട ഇല്ല, അത് കഴിച്ചോ? നട്ടില്ല തിന്ന് വെച്ച് വെള്ളം എടുത്തോണ്ട് വരാം. എനിക്കില്ല വെള്ളം തരാം. നിനക്ക് വേണോ? എനിക്ക് വേണ്ട. ഭയങ്കര മധുര. കഴിച്ചോ. ഞാൻ കഴിക്കുന്നില്ല, അമ്മച്ചി കഴിച്ചോളാൻ. മധുരോ ഭാഗം അതിന്റെ സാരിയില്ല, അമ്മച്ചി കഴിച്ചോ. മധുരല്ലേ അമ്മച്ചിക്ക് ഇഷ്ടം, അതുകൊണ്ടാ. പാകത്തിനുള്ള മധുരവും എരിവും ഇല്ല, ഉപ്പും ഇല്ല, ഒന്നുമില്ല. മാവ് തിന്നു ഇല്ല ഇല്ല, അമ്മച്ചി അതും കൂടി ശകലം കൂടെ ഉള്ളു, അതും കൂടെ കഴിക്കാം. ഇല്ല എനിക്ക് ഇച്ചിരി മതി. ഇച്ചിരി വെള്ളം തരാം. ഇതവിടെ വെച്ചാൽ കഴിഞ്ഞല്ല പോയപ്പോ ശൈലിച്ച് പറഞ്ഞോ ദിവാൻ അവിടെ എന്ത് കിടക്കുവാ. വിവാൻ കഴിക്കത്തില്ല അമ്മച്ചി. കിടക്കുവാണോ പറഞ്ഞോ അറിയത്തില്ല. പറഞ്ഞില്ലേ ഇതുകൊണ്ട് കൊടുത്താൽ മതി. അവൻ കഴിക്കത്തില്ല. അവൻ ഷുഗർ കട്ടാ ഇപ്പൊ. ഷുഗർ കട്ട് കൊടുക്കണ്ടേ? അവൻ കഴിക്കല്ല. പഞ്ചസാരയൊക്കെ ഉപേക്ഷിച്ച് പുള്ളി. ഓ ജിമ്മിൽ പോകുന്നോണ്ട് പഞ്ചസാര തിന്നില്ല. എന്തായത് ഷുഗർ കട്ടാണ്. പഞ്ചാരയോ? ഒന്നും കഴിക്കല്ലേ. കഴിക്കാത് ആദ്യം പറഞ്ഞു അവൻ കഴിക്കും. പണ്ടാ അമ്മച്ചി, ഇപ്പൊ കഴിക്കത്തൊന്നുമില്ല. തിന്നടി. എനിക്ക് വേണ്ട. അമ്മച്ചി കഴിച്ചോ. മറ്റുള്ള ആണുങ്ങളാരും അവിടെ ഇല്ലേ? വേറെ ആണുങ്ങളാരാ? ജോമോനും വിവാനും ഇല്ലേ ആണുങ്ങള്? ജോമോനും വിവാനും ഇല്ലേ ആണുങ്ങള്? നിങ്ങളുടെ കൂടെ അവർക്ക് അവര് പിന്നെ കഴിച്ചോളൂ. അവരിന്നോളൂ. അവര് പിന്നെ കഴിച്ചോളൂ. അവനിപ്പ
അവനിപ്പോ എന്താ നേഴ്സറിയിലോ സ്ഥിരം തീറ്റയൊന്നുമില്ല. അവനെ മറ്റേ പ്ലേ സ്കൂളിൽ വിടുന്നുണ്ട് 2 ദിവസത്തേന്. സ്ഥിരമായ തീറ്റയൊന്നുമില്ലല്ലോ. ജോലി ജോലിയൊന്നും ഇല്ല മച്ചി. ഒന്നുമില്ലേ? ജോലി പണ്ടേ ഇല്ലല്ലോ, വീട്ടു ജോലി. അത് ശരി. കൊച്ചിന് ജോലി കിട്ടിയില്ല എന്നല്ലേ? അന്നൊക്കെ ഇപ്പോഴാണെങ്കിൽ കിട്ടും കേട്ടോ. ഫ്ലാറ്റുണ്ടോ ആൾക്കാർക്ക്? പഠിച്ചു പോയേനെ. ഇപ്പാണ് പഠിച്ചു പോയേനെ. ഇപ്പോഴാണ് പഠിച്ചു പോയേനെ. ഇച്ചിരിയുടെ പഠിക്കുകയും ചെയ്യാം. അതെ പറഞ്ഞിട്ട് കാര്യം. അന്നിട്ട് വല്ലതും ഉണ്ടോ? ഉണ്ടോ ഇല്ല, എന്തോ ഇല്ല. ഒരു വട്ടം 120 വട്ടം എന്തോ ഇല്ല. കൊച്ചുങ്ങളുടെ കഴിവുകൊണ്ടുള്ള രക്ഷ മാത്രമേ വേണ്ടുള്ളൂ പഠിച്ചാൽ. അതെ, അല്ലാതെ പഠിപ്പിക്കുന്നവരുമില്ല. പഠിച്ചിരുന്നു. ഇല്ല ഇച്ചിരി കൂടെ ഉള്ളത് അങ്ങനെ കഴിച്ചു. അല്ലേ വളരെ ഇത്ര എനിക്ക് വേണ്ട. ഇന്നെ ശൈലിച്ച് അങ്ങ് എടുത്ത് തിന്നടി. എനിക്ക് വേണ്ടെന്നേ, കഴിച്ചോ. നമുക്ക് വേണ്ടോ മധുരം പാകത്തിനാ. അതേനെ, പൊടിയില്ല, ഉപ്പുമില്ല, ഒന്നുമില്ല. നല്ല രസാ. നല്ല രസം. അതല്ലേ കഴിക്കാൻ പറഞ്ഞത്. ഒന്നും എങ്ങും തടയയില്ല. ചവിച്ച് ചവിച്ചിറക്കിയാണ്. വായിക്ക് നല്ല രസം അല്ലേ? ഇത്രയൊക്കെയാണ് ഇഷ്ടം. നല്ല വെടുപ്പാ. വെടിപ്പാ. ആ കളറിലുള്ളത് നൈറ്റ് ഇടാൻ പറഞ്ഞ ഇടത്തില്ല. എനിക്ക് വേണ്ട. കുഴപ്പമൊന്നുമില്ല. അത് കുഴപ്പമില്ല, അമ്മ ചേച്ചോ. നിങ്ങളാ ഇത് തിന്നണ്ടേ? ഇപ്പഴേ അതൊക്കെ കൊറേ തിന്നാതിരുന്നാലേ ഷുഗർ ഒന്നും വരാതിരിക്കത്തുള്ളൂ. അതാ എന്നാ ഇങ്ങനെ ഇരിക്കണം. അമ്മയുടെ വരുമാനാ. എന്താ എന്താ കിട്ടിയ മനസ്സിലായി. ജോലി ഉണ്ടോ? ജോലി ചെറുതായിട്ടൊക്കെ. എവിടെയാണ്? ഇവിടെ എവിടെയാണോ? പോകാന്ന് രാമപുരത്ത്. രാമപുരോ? അറിയോ? പിള്ളേരെത്ര ഉണ്ട്? പിള്ളേര് 2 പേരല്ലേ? ചെക്കന്മാരാണോ? 2 ആൺപിള്ളേര്. പിന്നെ വലിയ ചെറുക്കന്മാരെ. പെൺമക്കളായിട്ട് ആരുമില്ല. പെൺമക്കള് വന്ന പെണ്ണുണ്ട്. അന്ന് പെണ്ണ് ചെത്തിക്കണം. തീരാറായി. ചെന്ന് പോയിക്കേ. ഒരു കുഴപ്പമില്ല. അത് ഒത്തിരി വെക്കത്തില്ല. പല്ലിന് വേദനയാണോ? പല്ല് പൊതുണ്ടോ? അത് കാരണം പൊത്തുണ്ടായിരിക്കും അല്ലേ? അത് ഇച്ചിരി വായി ചിരിച്ച തിന്നാണ്. അമ്മച്ചയുടെ മുടി ഞങ്ങൾ കൊണ്ട് വെട്ടിച്ച് സലൂണിൽ പോയി. കെട്ടിച്ചോ? നല്ല പോലെ എന്നെ കൊണ്ട് മൂത്ത എനിക്ക് കുടിക്കാൻ കൊണ്ടുവന്നു. ഇവിടെ ഒരു സലൂൺ ഉണ്ട്, മറ്റേ സിൽവർ ബെൽസ്. അവിടെ കൊണ്ട് വെട്ടിച്ച്. സൂക്ഷിക്കാൻ ഇപ്പൊ എന്നാത്തിനാ? ഇത് മതിയെന്നേ. ഇത് നല്ലതാ. അമ്മച്ചിക്ക് നല്ലതാ. ചുമ്മാ തടയോ കണ്ടാനും ജീവാനും പാടല്ലേ? എന്റെ മാന എനിക്ക് വേണ്ട. കുടിച്ച വെള്ളവാ. തണുപ്പായതുകൊണ്ട് അത്ര കുടിക്കാൻ തോന്നില്ല. ഇച്ചിരി കുടിക്കണം, മധുരം തിന്നാൽ. ഞാൻ തരാം. അത് കൊച്ചിന്റെ കയ്യിൽ ഇതാ. നീ അങ്ങ് വെച്ചത്. അത് വേണ്ട. ഇവാനെ കോളേജിൽ ചേർന്നോ? എന്നാ ക്ലാസ് തുടങ്ങുന്ന? കൊച്ചിന് വേണോടി? എനിക്ക് വെള്ളം വേണം. എനിക്ക് വേണ്ട. ആണോ? വേണ്ടേ? ഇപ്പൊ വിവാനും ആൽബിനും ഒരുമിച്ച് പോവാ ഒരേ സ്ഥലത്ത്. അനിയനും ചേട്ടനും കൂടെ. അവൻ ബൈക്കിന്. വെള്ളത്തിന് ഐസ് പോലെ. അവൻ ബൈക്കിന് തോന്നുന്നു. തണുപ്പല്ലേ? ഒന്ന് വീട്ടിൽ വന്ന് പോവാല്ലോ. അതെ, വരാനുള്ള ദൂരമുള്ള. ഇതിന്റെ സ്കൂൾ ബസ്സില്ല. ഇതിന്റെ
അത് കാഞ്ഞിരത്താനിട്ട് എങ്ങാണ്ടുണ്ട് വണ്ടി. പാലനദി ഇതാണല്ലോ. എല്ലാരും അവനെ പേടിപ്പിച്ച് വെച്ചേക്കോ, എഞ്ചിനീയറിംഗിന് എന്തിനാ എടുത്തേന്നൊക്കെ ചോദിച്ചോണ്ട്. അവനെല്ലാം എടുത്തിരിക്കുന്നത് അവൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഞങ്ങള് പറഞ്ഞ അപ്പനെ നേഴ്സിംഗ് പഠിപ്പിക്കാൻ ഇഷ്ടം, പക്ഷെ നേഴ്സിംഗ് ആയിരുന്നു നല്ലത്. പിള്ളേരും തന്നെ നേഴ്സിങ്ങിന് പോകും. അവിടെ സീറ്റൊക്കെ ഒഴിവായിരുന്നു. പിള്ളേരാരും ഇല്ല, ആൺപിള്ളേർ പോലും നഴ്സിങ്ങിനല്ലേ പോകുന്നു ഇപ്പം. അതുകൊണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചത് സത്യമാണ്. വലിയ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര പാടാ അത് പഠിക്കാൻ തോന്നുന്നു. പുറത്തേക്ക് പോകാനായാലും നഴ്സിംഗ് എല്ലാരും തന്നെ നഴ്സിങ്ങിന് വരുന്നോണ്ട് എല്ലാരും അങ്ങ് പാസ്സായി പോവല്ലേ. അപ്പൊ ജോലി ഇത് പുറത്തോട്ട് പോകാനുള്ള ചാൻസ് ഒക്കെ ഭയങ്കര കുറയുന്നൊക്കെ വന്ന് യൂണിവേഴ്സിറ്റി പരീക്ഷ വേണം. ഓസ്ട്രേലിയ പോയിട്ട് എന്താ എന്റെ ഇഷ്ടപ്പെട്ട? ഓസ്ട്രേലിയ ചെന്നിട്ട് അവിടെ എന്താ ഇഷ്ടപ്പെട്ടത്? ഓസ്ട്രേലിയയിലെ പൂക്കളും മരങ്ങളും നല്ലതല്ലേ? നല്ല ഭംഗി. സ്വർണ്ണക്കനി പൂക്കളെന്ന് പറഞ്ഞാൽ റോസപ്പൂക്കെ എല്ലാം ഭയങ്കര വലുത്, പല കളർ. ഇഷ്ടം പോലെ അതെല്ലാം കളറുണ്ട്. ആ കളറെല്ലാം അത് ഇവിടെ ഒന്നും പിടിക്കില്ല. പിന്നെ മരങ്ങള് നല്ല രസമാണ് അവിടുത്തെ മരങ്ങള്. പിന്നെ കുഴപ്പമില്ല, ഇച്ചിരി ഇവര് താമസിക്കുന്ന തണുപ്പ് കൂടുതലുണ്ട്. ആ മറ്റേ മെൽബണിൽ കുഴപ്പമില്ല. നാലും സ്ഥലമല്ലേ നമ്മള് മൂന്നാറിൽ നിന്ന് താമസിക്കുന്ന പോലെ അതുപോലെയാണോ? നല്ല മഞ്ഞ് കിടക്കും. ഇച്ചിരി സ്ലോയൊക്കെ മല ഇത് കിടക്കും. ഇവരെ വീടിന്റെ അവിടെ മല ചുറ്റിലും മലയാ, അതുകൊണ്ട് തണുപ്പ് ഭയങ്കര. പിന്നെ വീട്ടിൽ ഇതില്ലല്ലോ, അവരെ വീട്ടിൽ ഹീറ്റർ മറ്റേ ഇല്ലേ, സെൻട്രൽ എ സി ഇല്ല. അപ്പൊ എല്ലായിടത്തും പിന്നെ ആങ്ങളമാരെല്ലാരും കെട്ടി, 3 പേരും കെട്ടി. അമ്മച്ചിയുടെ മക്കളല്ലേ 3 ആൺമക്കള്. ഇന്ത്യയെ കെട്ടിയോ? നീ ഒരു പെണ്ണും. അറിയാം, അറിയാം. എല്ലാരും കെട്ടി കേട്ടോ. എല്ലാവർക്കും മക്കളായി, മക്കളുടെ മക്കളായി, മുത്തശ്ശിയായി. ഇല്ലാത്തവണ്ണം മക്കളൊന്നും അറിയില്ല. ഇച്ചിരി കൊണ്ട് ഇത് കണ്ടോ ധാരാളം തിന്നോ മീനൊക്കെ നമുക്ക് പിടിക്കാം. കടല, അവിടുത്തെ കടല് ചില കടലിൽ മാത്രമേ തിരമാലയുള്ളൂ, വേറെ ഇല്ലേ? ചില കടല് നല്ല ശാന്തമായിട്ട് കായല് പോലെ. ആ സാൽമൺ നല്ലതാന്ന് പറഞ്ഞു. ഇച്ചിരി തിന്ന് മധുരക്കുള്ളല്ലേ. അവിടെ മീനൊക്കെ ഭയങ്കര വിലയല്ലേ? നോക്ക് പിന്നെ ജോലിയൊന്നുമില്ല, അടുക്കളപ്പണി. ആണോ? ആ അകത്തും പുറത്തല്ല മീൻ പിടിക്കാനൊക്കെ പോവാം. ജോലി ചൂണ്ടൊക്കെ എടുപ്പതും പിടിപ്പതും ജോലിയാ. ജോലി കാശ് നമ്മൾ കൂലി മേടിക്കുന്നവർക്കാണെങ്കിൽ 2 ഇരട്ടി 3 ഇരട്ടി. നമുക്ക് കൂലി കിട്ടുമോ? അടുക്കള ജോലിക്കാർക്ക് കൂലി ഇല്ല കാലം, പഴയ കാലല്ല. മലിമാനം കങ്കാരു അപ്പൊ ഉപദ്രവിക്കല്ലേ? അമ്മയുടെ മരുമകനാണേ, മകനാ അമ്മയുടെ. മകളെ കെട്ടി. ആ മകളെ കെട്ടിയത്. ഒരു പെണ്ണുള്ളൂ. ഒരു പെണ്ണല്ലേ ഉള്ളോ? ആണുങ്ങൾ എത്രയാ? ആണുങ്ങൾ 3 പേര്. മൂത്ത മകൻ എത്രാമത്തതാ? ആരാ? പെണ്ണ്. പെണ്ണ് രണ്ടാമത്തത്. മൂത്തതാണല്ലേ? മൂത്തതാണ്. മൂത്ത എവിടെയാ? മൂത്ത മകൻ എവിടെയാ? എനിക്കറിയില്ല. ആരെവിടെയൊക്കെ ഒരു വിടിയില്ല. മുമ്പുള്ള കാര്യം ഇല്ലല്ലേ? ടോമി മോൻ എവിടെയാ? ഞാൻ ഈ പറഞ്ഞാൽ ഇങ്ങനെ പോകാനെ കൊണ്ട് എനിക്ക് പിടിയില്ല, പിടിയൊന്നുമില്ല. അതെ, അമ്മയ്ക്ക് പിടിയില്ല. ടോമി മോൻ എവിടെയാ? ടോമി എവിടെയാ? ടോമി ലിസിമോളൊക്കെ എവിടെയാ? ആരാ? ടോമി ലിസി ലിസിമോളൊക്കെ എവിടെയാ?
ജോമിയില്ല അമ്മച്ചിയുടെ മൂത്ത മകൻ. അവരൊക്കെ ജോലിയില്ലേ? ആ, അവരെവിടെയാ? എവിടെയാ? അവരൊക്കെ ദേശത്ത് വഴിയാ. ആ, അങ്ങനെ പറഞ്ഞാ ജോലിയില്ലാത്തതായിട്ടിപ്പം ഒരാളും ദിവ്യാനും ജോമോന് ജോലിയില്ല. സമ്മാനം വിവാദം. വിവാനെ പഠിക്കുന്നല്ലേ ഉള്ളു. പഠിക്കുമ്പോ ജോലി കിട്ടും. അവൻ മലയാളം പറയോ ചെറുക്കൻ? അവൻ സൂപ്പറായിട്ട് മലയാളം. അവൻ ഇംഗ്ലീഷ് പഠിക്കുന്നെന്നാണ്. ഇംഗ്ലീഷ് ഉം. 1 തൊട്ട് 10 വരെ എണ്ണാൻ അറിയാം. നോക്കാങ്ങളമാർ എത്ര പേരുണ്ട്? മൂന്ന് പേര്. കുരിശ് വരയ്ക്കാൻ അറിയാം. കുരിശ് വരയ്ക്കാൻ അറിയാം. അവരെല്ലാരും കല്യാണം കഴിച്ചോ? പിന്നെ മക്കളുമായി. മക്കളുമായി. ചാത്തിന് വഴിയൊക്കെ എടുക്കാവോ? ചാത്തിന് പണിയൊന്നും എടുക്കത്തില്ല. ചാത്തനൊക്കെ പോയില്ലേ. വെച്ച് പോയോ? ഉം. ആണോ? ഉം. വല്യപ്പനല്ല. വെല്ലുപ്പിനല്ല, സ്വന്തം ചാത്തിനും പോയി. സ്വന്തം ചാത്തിനും പോയില്ലേ. ആ ഓതക്കൊച്ച്. അതില്ലേ? ഓതക്കൊച്ച് എന്തിയെ? ഉണ്ടോ? എന്തിയെ? ഇല്ലേ? എല്ലാം പോയി മണ്ണടിഞ്ഞു. ഇല്ലേ? എല്ലാരും പോയില്ല, ഈശോയുടെ അടുത്ത് പോയി. ആഹാ. ഉം. പിന്നെ ഇപ്പൊ ആരാ ഉള്ളത്? ഇപ്പൊ ആരാ? അമ്മച്ചിയല്ലേ ഉള്ളു. അത് ശരി. തള്ളയുണ്ടല്ലോ. ഇതല്ല അമ്മച്ചി, ഇത് മാത്രമേ ഉള്ളു. നീ അവിടെ അമ്മയുണ്ടല്ലോ. അവിടുത്തെ അവിടുത്തെ അമ്മ മരിച്ചുപോയി. പോയോ? ഉം. ഇപ്പൊ എല്ലാരും പോയോ? അവിടുത്തെ അമ്മയും ചാച്ചനൊക്കെ പോയി. അപ്പൊ മകൾക്ക് ആരും ഇല്ല. അപ്പം ആ, എന്തോ അന്തോ ഇല്ല. ബന്ധമൊന്നുമില്ല. ഇപ്പൊ എത്രാം പ്രാവശ്യം? ഇനി അയലക്കാരും വീട്ടുകാരും ഒക്കെ ഉള്ളു. ആ ഇവിടെ കെട്ടിയോനെ. അതും അംഗൻവാടി കെട്ടിയില്ലേ? ഞങ്ങളമാരൊക്കെ കെട്ടി. അവരും അവരുടെ മക്കളും ഉണ്ടല്ലോ. അവരുണ്ട്. അത് വലിയ കാര്യമല്ല. പിന്നെ അല്ലേ. ആത്മാർത്ഥമുള്ളതാണെങ്കിൽ അതെ. ലളിതങ്ങളുണ്ട്. ഒരു കാര്യം കർത്തവ്യമേ ഉള്ളൂ. കിടക്കമാളെ. കുഴപ്പമൊന്നുമില്ല, എല്ലാരും നല്ലതല്ലേ. എല്ലാരും നല്ലതല്ലേ. ഞാൻ കിടക്കാൻ പോവാ. എവിടെ? ഇന്ന് പകലായാലും അത്രയാ സമയം. 2 മണി ആകുന്നേ ഉള്ളൂ. കൈ കഴുകിയിട്ട് വരാം. 2 മണി ആകും. പിള്ളേർ എത്രയുണ്ടോ? പിള്ളേര് 2 പേര്. പിള്ളേരാണ്. 2 ആൺപിള്ളേര്. എന്തോ ആണ് പെണ്ണില്ല. അവര് വലുതായോ? പിന്നെ അവര് വെട്ടി മൂത്തയാളെ കെട്ടിച്ചു. അവന് കൊച്ചായി. കല്യാണം കഴിച്ചോ? പിന്നെ ഇല്ലേ? കല്യാണം കഴിച്ചു. 2 പേരും. ഒരാള്. പിള്ളേരും ഉണ്ട്. ഒരാള് പഠിക്കുന്നു. അവർക്ക് ജോലിയുണ്ടോ? ആ, അവള് നേഴ്സ്. ആണോ? അമ്മച്ചിക്ക് മാത്രമേ യോഗമുള്ളൂ അതെ. അല്ലേ? അവിടുത്തെ കൊച്ചിനെ കാണാൻ ആകെ യോഗം അമ്മച്ചി. ഉണ്ടോ? അമ്മയും ചാച്ചനും മരിച്ചുപോയി. അവർക്കൊന്നും യോഗയില്ലാതായി. ആണോ? അമ്മച്ചി ഈശോയുടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരത് നല്ല പ്രായത്തിൽ പോയോ? ആ, അവര് അത്യാവശ്യം പ്രായം ഉണ്ടായിരുന്നു. അതിനറിയാം അവർക്ക് വല്ല രോഗമുണ്ടോ? അവർക്ക് ഇതായിരുന്നു, തളർന്ന് കിടക്കുമായിരുന്നു. അൾട്ടിമേറ്റ്. അയ്യോ, 2 പേരും കിടക്കുമായിരുന്നു. അതെന്നെ അങ്ങനെ പറ്റിയേ? അമ്മച്ചിക്ക് അൽഷിമേഴ്സായിരുന്നു. ഞരമ്പിന് വിലക്കുറവ് വന്നു. അങ്ങനെ തളർച്ച. വില അല്ല, അന്നത്തേക്കാണ് അങ്ങനെ വലിയ കടുത്ത പണിയൊന്നും ഇല്ല. പണി കൊണ്ടൊന്നും അല്ല അമ്മച്ചി. അല്ല, അന്നത്തെ കാലം പണിയാ. അധ്വാനം കൂടുതൽ. അധ്വാനമുണ്ട്. തീറ്റയും കുടിയൊക്കെ കുറവും, പിന്നെ ശരീരത്തിന് രക്ഷചെയ്ത്തും കുറവും. ഇങ്ങനെയൊക്കെ പണ്ടത്തെ ആൾക്കാരൊക്കെ നല്ല രീതിയിൽ പണി എടുത്തോണ്ട് ഇമ്മ്യൂണിറ്റി ഉള്ളത്. കുളിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ദൈവം കൊടുക്കുന്നല്ലേ. ദൈവം ഓരോരുത്തർക്കും ഓരോന്നും പറഞ്ഞു. അതന്നെ. ഇന്ന പ്രായം വരെ അതെ. കിടപ്പിലായില്ല. ദൈവം ആയുസ് കിടന്നായിരുന്നോ? കിടന്നു. 10 മാസം. 10 മാസം ഇതും കഴിക്കാറുണ്ട്. അതെ, വിളിക്കണാരാണ്? കഴിക്കുമായിരുന്നു. നമ്മുടെ കോരി വായിൽ കൊടുക്കണം. വിളിക്കണ ആരാന്ന് നോക്കി. വിവാനെ എടുത്തേടാ. ലാൻഡ് ഫോണാണ്. ഇവൻ എവിടെയുണ്ടോ? അല്ല, അവളെ എടുക്കാൻ പോകുന്നു. BSNL ഭക്ഷണോ? BSNL അവളെ തന്നെ എടുത്തു. ആരാണ്ട് ഫോൺ വിളിക്കുന്നു. അമ്മച്ചിയുടെ ഫാനായിരുന്നു തോന്നുന്നു. ഉച്ചങ്ങോ ചോദിച്ചത് ആരാന്ന്? ആളുണ്ടല്ലോ. നിങ്ങൾ വല്ലവരും ആണോ? ഇല്ലെന്നേ, വേറെ നിങ്ങളെ വല്ലവരും ആയിരിക്കും. ജോമോളെ വിളി. ജോമോളെ
അപ്പുചേട്ടയ്ക്ക് ഇനി എത്ര ദിവസം ഉണ്ട്? 1.5 വർഷം? കാലിന്റെ ഇത് 2 വർഷമില്ല, രണ്ടുണ്ടോ? 4 സെമ്മ കഴിഞ്ഞു. അവർക്ക് അവധിയല്ലേ? അവർക്ക് അന്നേരം 4 മാസം അവധിയല്ലേ. സെപ്റ്റംബറിലല്ലേ ഇനി അടുത്ത ബാച്ച് തുടങ്ങുന്നു. സെപ്റ്റംബർ. ഇവിടെ എപ്പോഴും ഫുൾ ടൈം ഇതാ. അയ്യോ ഞങ്ങൾക്ക് കിട്ടുന്ന 2 ദിവസം 3 ദിവസം അവധി. അവർക്ക് ഇനിയിപ്പം അതതിന്റെ വ്യത്യാസം. 4 സെമ്മം കൂടെ ഉണ്ട് അവന്. നിനക്കും ഉണ്ടല്ലേ 4 സെമ്മം? എനിക്ക് ഇനി ഇതിപ്പോ 4 എനിക്ക് 3 സെമ്മും കൂടെ പരീക്ഷ എഴുതിയാൽ മതി. അല്ല ഇപ്പത്തെ കൂടെ 4, 5, 6 4 സെമ്മും കൂടെ എഴുതിയാൽ മതി പരീക്ഷ. 4 സെമ്മ ഉണ്ടോ? 4 അല്ല 5 സെമ്മ ഉണ്ട്. അതില് 4 സെമ്മ എക്സാം ഉള്ളൂ. അത്രേ ഉള്ളോ? 4 സെമ്മ ഉണ്ട് ഇനിയും കൂടെ. എന്റെ അമ്മച്ചിയല്ലേ ഇത്? മറ്റൊരു പോയോ? മറ്റവര് പോയി. അയ്യോ ഒക്കെ ഒരു പ്രായമായില്ല. അത്യാവശ്യം പ്രായം ഉണ്ടായിരുന്നു അവർക്ക്. ഇനി അവർക്ക് 2. അപ്പൊ ഏറ്റവും അവസാനത്തെ സെമ്മില്ലേ? 8ാമത്തെ സെം ഇന്റേൺഷിപ്പാ. അത്രേ ഉള്ളോ? അതിന് എക്സാം ഇല്ല. പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. അല്ലാതെ തിയറി 7ാമത്തെ സെം കൊണ്ട് തീരും. ഇതാണ് മറ്റേ മരിക്കുമ്പോ 19 ഉണ്ടായിരുന്നു. 71, 80 ആയിരുന്നു. അവനെങ്ങനെയാണ് അവസാനത്തെ സമയത്തായിട്ട് അവർക്ക് 6 വിഷയം ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ മാസം. അതേതായിരുന്നു? 4ാമത്തെ സെമ്മ. 4 വിഷയം ഫാർമക്കോളജി അല്ലേ? ഏതാണ്? കൈക്കാലിനൊക്കെ അസുഖമൊന്നുമില്ല അമ്മയുടെ ചാച്ചന്റെ. തളർച്ചയായിരുന്നു. നടക്കുമ്പോ വീഴും. ആണോ? ഏറ്റു നടക്കാൻ അന്നത്തെ കാലം പ്രത്യേകിച്ച് അത് ഭയങ്കരമായിട്ടുണ്ടാവും. അത് നല്ലപോലെ രക്ഷ ചെയ്ത് ഭക്ഷണത്തിലും എല്ലാം എണ്ണയും കുഴമ്പും എല്ലാം തേച്ച് അന്നത്തെ കാലം കാരണവന്മാരെ രക്ഷിക്കണം. മക്കള് പുറത്തോട്ട് വിടുകയില്ല, ഒരു സാധനം എടുക്കുകയില്ല, ഒരു കവർന്ന് കിടക്കണം പ്ലാവിൽ മറിച്ച് വെക്കുകയില്ല. അങ്ങനെയായി എല്ലാം കാലാക്കി പെറുക്കി വിളമ്പി അവരുടെ ഇഷ്ടത്തിനുള്ളത് ആ പാകത്തിന് കൊണ്ട് അവരെ മുമ്പിൽ കൊട്ടു. അവർ കഴിച്ച് കഴിയുമ്പം ആ പാത്രം അവിടെ എത്തിച്ചു പോകും. അത് നമ്മളെടുത്ത് കഴിക്കും. അത്രയേ ഉള്ളൂ. ഭയങ്കര കുറ്റവും ദേഷ്യം അരിശോ. അതന്നെ നീ ചുമ്മാ കഴിഞ്ഞ നേരം കാര്യങ്ങൾ പുറത്തൊന്നുമില്ല, കിടക്കാൻ പോകും. അമ്മച്ചിയുടെ കിടന്നു. ഉടുപ്പ് കാണിച്ചില്ല. ഉടുപ്പ് ഒന്ന് കാണിച്ചു നോക്കട്ടെ. പകലുകാർക്ക് നടക്കുകയില്ല. അമ്മച്ചി വേണ്ട, അമ്മച്ചിക്ക് വേണ്ടിട്ട് പുതിയ ഉടുപ്പ് വേണ്ട. എൽസാൻഡി കൊണ്ടുവന്നാ. 10 മാസം വർഷമല്ല. അത്രയും കിടപ്പിലായി. ആരാ ചാച്ചനാ? തൊലിയൊക്കെ അമ്മ ആ തൊലി പയ്യെ ചെറുതായിട്ട് പോകും. അന്നാലും ഈ കിടന്നു കാഞ്ഞിരമറ്റത്ത് വന്ന് വീട്ടുപേരുണ്ട്. ഓ കാഞ്ഞിരമറ്റാണ് കാഞ്ഞിരം. അങ്ങനെ കിടന്നപ്പോൾ ഭക്ഷണം കഞ്ഞിയൊക്കെ കോരി കൊടുത്ത കുത്തോളമായിട്ട് പുതിയ താമസിക്കുന്നില്ലായിരിക്കും. കറിയൊക്കെ കൂട്ടുമായിരുന്നു. കറിയൊക്കെ കൂട്ടുമായിരുന്നു. ഞാൻ എന്നെ മാറി വൃത്തിയിട്ടൊക്കെ കിട്ടോണ്ട് പോകാനാണ്. ഏതാ ഇത്? അമ്മച്ചിനെ എടീച്ച് നോക്കാനാണ്. എടീച്ച് നോക്കാൻ എന്നാ ഇട്ടില്ലേ? ഇട്ടില്ല. ഇത് നേട്. മടക്കിയാണ് കൊണ്ടുപോയാൽ പോരെ. എടുക്കാൻ പോരെ. ആ ഇത് സൂപ്പറായല്ലോ. നല്ല കളർ. അമ്മക്ക് ഇഷ്ടപ്പെട്ട കളറാ. ചട്ടം കൊണ്ട് നമുക്ക് പോയാലോ? പോകാം. മഴ ആയതുകൊണ്ടാന്ന് അല്ലേ കൊണ്ടുപോയനെ. എങ്ങോട്ടാ? നമുക്ക് പള്ളി പോകായിരുന്നു. നടക്കണ വണ്ടിക്കാ. എന്നിട്ട് കാണിച്ചേ കണ്ടില്ലല്ലോ. എണീറ്റ് കാണണ്ടെല്ലാരും. പള്ളി കുർബാനയ്ക്ക് പോകണോ? അല്ല കുർബാനയില്ല. നമ്മള് പള്ളി പ്രാർത്ഥിക്കാൻ പോവാ. കണക്കാതെ ആ കറച്ച കാലല്ലേ. മറ്റേ നീളം കൊണ്ട് കുറച്ചേക്കാണല്ലേ വട്ടത്തിലൊന്ന് കറങ്ങാം അല്ലേ? മറ്റേ നീളം കൂടെ ഉറപ്പിച്ച ഈ നീളാക്കി വെച്ച് മറ്റേ നീളം പറഞ്ഞില്ലല്ലോ. അത് ഞാൻ പറഞ്ഞായിരുന്നു. പറഞ്ഞാ നീ ആകാനത്താ ഇതിന്റെ നീളാക്കിക്കൊണ്ട് വന്നു. അന്നൊക്കെ എന്നാലും നിങ്ങൾ തേയിൽക്കട കൊണ്ടുപോയി. എന്നോട് പറഞ്ഞ അത് 2 ഇഞ്ച് ഇത് 2 ഇഞ്ച് ഇതിന്റെ പോലെ അതും കുറച്ചേക്കാൻ പറഞ്ഞാ കിട്ടും. ഞാൻ കേട്ടിട്ടോ. സന്തോഷായില്ലേ? വെള്ളയുണ്ട്. സന്തോഷായി. വെള്ളയുണ്ട്. ആ ലൂസ് ഉണ്ടല്ലോ അത് ആവശ്യത്തിന്. സമാധാനമുണ്ട്. ഞാൻ നൈറ്റി പോലെയല്ലേ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. വലിയ കൈ നീളവും ഇല്ല. കൈ നല്ലതല്ലേ? ഒരുങ്ങി അങ്ങ് പോയേക്കാം. കയ്യിലൊക്കെ നല്ല പോകാം. റെഡിയാ. കണ്ടപ്പോ തന്നെ സമാധാനമായി. പിന്നെ ഇച്ചിരി അയപ്പും ഉണ്ടല്ലോ. വീട്ടോട്ടാണോ? വീട്ടിലോട്ടല്ല, പള്ളിയിൽ പോകാം. ആലപ്പുഴ വരെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നേ. ഇന്ന് തവണ മുഴുവൻ മഴയാന്നേ. അതുകൊണ്ടാ. നടന്നു പോകണ്ട. ഇല്ല വണ്ടിക്കാ.
വൃത്തികളൊന്നുമില്ല. ആൾക്ക് പോകാനൊക്കെ ഇഷ്ടമാണേ അവിടെ വേണേ, പക്ഷെ ആരോഗ്യം കൂടെ നമ്മള് നോക്കണ്ടേ. ഞാൻ പറഞ്ഞിട്ട് പറയണ പോലെ എനിക്ക് പറ്റത്തില്ല. എപ്പോഴാ വന്നെ? അപ്പൊ രാത്രി ആവുമ്പോ എന്നായാലും പോയിട്ട് വരുമ്പോ ഇനിയിപ്പോ 2:30 ആകുമ്പോ ഇവിടുന്ന് എന്നായാലും ഇറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ ഇവിടെ ഇറങ്ങി പറ്റാൻ ആയില്ലേ? രാത്രി ആയില്ല, 2:30 ആയോ? ഇല്ല, 2 ഉള്ളൂ. ഇഷ്ടപ്പെട്ടു. ഈ പകല് മുഴുവൻ മേല, പകല് മുഴുവൻ മേല. വൈകിട്ടാണ് ഉറക്കം. നടക്കത്തുമില്ല. നല്ല അമ്മച്ചിക്ക് നന്നാക്കി തരുന്നു. മോക്കമ്മയുണ്ടോ അവിടെ? മോക്കമ്മയില്ല അവിടെ. ഫോണുണ്ടോ? മോണുണ്ടോ? ഇല്ലല്ലേ? പപ്പായും വെച്ചു. അവരൊക്കെ നല്ല നേരത്തെ സ്ഥലം വിട്ടു. സ്ഥലം പിടിച്ച് ഇനി ആരായൊക്കെ വെച്ചാ മതി. പപ്പ നേരത്തെ പോയായിരുന്നു. പപ്പാക്ക് നേരത്തെ പോയി. 12 വർഷം കുടിക്കുന്നില്ലായിരുന്നു. കുടി വലിയ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ഓ, അന്നത്തെ കാലം. അതെ, ഇതൊന്നും കുടിക്കുന്നവരെ കാണത്തുമില്ല. അങ്ങനെയാണോ? ആണോ? വീട്ടില് ഏതമ്മച്ചിക്ക്? എന്റെ അമ്മയ്ക്ക്. അമ്മച്ചിയുടെ അമ്മയുണ്ടോ? പിന്നെ സ്വന്തം അമ്മയില്ല. പോയിട്ട് എത്ര വർഷത്തോളം? 2016 അമ്മയോ? വീട്ടിലെ അമ്മയുണ്ടോ? അതേ ഉള്ളു. അത് ശരി. 16 തീയതി. അതിനൊരു കുഴപ്പമില്ല. ഇല്ലേ? എന്നാ തിന്നോ കുടിക്കുക എവിടെ പോണോ ചെയ്തു. അത് ശരി. അതിന്റെ പേരെന്നാ? എന്റെ പേരെ അമ്മച്ചി. അതുപോലെയല്ല അമ്മ ആ തള്ളയ്ക്കകത്തൊന്നും പറ്റിയല്ല. അതെ, കുഞ്ഞമ്മച്ചിനെ ഓർക്കുന്നുണ്ടോ? കുഞ്ഞമ്മച്ചിനെ ഓർക്കുന്നുണ്ടോ? അമ്മ നല്ല മര്യാദക്കാരത്തി അല്ല. ഇവിടുത്തെയോ? നമ്മുടെ ഞങ്ങളുടെ അമ്മ നല്ല മര്യാദക്കാരത്തി ഒന്നും അല്ല. തൊട്ടടുത്തെല്ലാം കുത്തായിരുന്നു. പക്ഷെ പുള്ളിക്കാരത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ എന്നാ പാടായിരുന്നറിയാമോ? അത് ഇവിടത്തെ അല്ലേ? അന്തോ ഇല്ല ബന്ധോ ഇല്ലാത്ത സാധനം. പിന്നെ അത് മെനിക്കുണ്ടാക്കി കൊടുക്കേണ്ട ഇഷ്ടമില്ല. അതേന്നെ. അതിന്റെ ഇറക്കം കുറയ്ക്കാനോ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. 2 ഇഞ്ച് എന്നോട് കുറയ്ക്കാൻ പറഞ്ഞായിരുന്നു. എങ്കിൽ അത് കുറച്ചല്ല. ഇവിടെ മെഷീനില്ലേ? ഞാൻ ഉപയോഗിക്കുന്നില്ല, അവിടെ കിടന്ന് പോയി. അത് ശരി. അത് ഞാൻ അതിനൊന്ന് പിടിച്ചു കിട്ടിക്കേ. സമയം പോണു. അവള് കഴിഞ്ഞു. എന്നാ ഇവിടെ അവിടെ ആരും ഇല്ലല്ലേ? എവിടെയാ കെട്ടിച്ചെടുത്ത് ആരാ ഉള്ളത്? നാത്തുമാരാരും ഇല്ലേ? നാത്തുമാരൊന്നുമില്ല. ഇല്ല, ഇതല്ല നാത്തുമാരൊക്കെ. അത് നാത്തൂനാണ്. ഒന്നോ ഉള്ളോ? 3 ഉണ്ട്. 3 പേരുണ്ട്. അവരിവിടെയുണ്ടോ? 2 പേരും ഇവിടെയുണ്ട്. ഒരാള് ഓസ്ട്രേലിയയിലല്ലേ ജോലിക്ക്. അവർ 2 പേർക്കും ജോലിയുണ്ടോ? അവർ 2 പേരും ജോലിക്കാരാ. ആണോ? അപ്പൊ കെട്ടിച്ചെടുത്ത സുഖമാണോ? കെട്ടിച്ചെടുത്ത കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല, അധ്വാനിക്കണമെന്ന് മാത്രം. അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.